أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. ഏറെ സ്നേഹമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, സൃഷ്ടാവായ റബ്ബിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. വീണ്ടും ഒരു പുതുവർഷ പുലരിയിലേക്ക് ലോകം ഉണർന്നു വന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, അനവധി ചോദ്യങ്ങളെ ബാക്കി വെച്ചുകൊണ്ടാണ് ഓരോ വർഷവും നമ്മളോട് വിട പറയുന്നത്. പോയ വർഷങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ മണിക്കൂറുകളോ ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല. അതുകൊണ്ട് തന്നെ വലിയ ആലോചനകളും ചിന്തകളും വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് അനിവാര്യമാണ്. നമുക്കറിയാം, വീണ്ടും ഒരു വർഷത്തിലേക്ക് എഴുന്നേൽക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ജീവിതത്തിലെ ഒരു കണ്ണി കൂടി അല്ലെങ്കിൽ ഒരു പേജ് കൂടി നമ്മൾ മറിച്ചു തീർത്തു എന്നതാണ് പോയ ഒരു വർഷം നമ്മളെ അറിയിക്കുന്നത്. നമുക്കറിയാം, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കുറെ ചിന്തകളും ചോദ്യങ്ങളുമുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം നമ്മൾ എന്തു നേടി എന്നുള്ളതാണ്. നമ്മുടെ ദുനിയാവിന് വേണ്ടി നേടുന്ന വിഷയമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. നമ്മുടെ ജീവിതത്തിന് സാമ്പത്തിക കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. മനുഷ്യരുടെ മനസ്സിനോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണത്, നിങ്ങൾ എന്തു നേടി എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 18-ാമത്തെ ആയത്തില് അള്ളാഹു വിശ്വാസികളോട് ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വിശ്വാസികളെ. എന്നിട്ട് പറയുന്നു, വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നിങ്ങൾക്ക് നാളെ വരാനിരിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾ എന്തു നേടി. വീണ്ടും അള്ളാഹു ഒരിക്കൽ കൂടി പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം ട്ടോ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇതാണ് നമുക്ക് നമ്മോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. പോയ വർഷങ്ങളിൽ സഹോദരങ്ങളെ നമ്മൾ എന്തു നേടി, എന്താണ് നാളെ എന്ന് പറയുന്ന വരാനിരിക്കുന്ന പാരത്രിക ജീവിതത്തിലേക്ക് നാം ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. സാമ്പത്തിക രംഗത്ത്, കുടുംബ രംഗത്ത്, അതുപോലെയുള്ള ദുനിയാവിന്റെ വിഷയങ്ങളാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാകും. ആ പറയുന്ന കൂട്ടത്തിൽ എൻ്റെ പരലോകത്തിന് വേണ്ടി നമ്മൾ എന്തു നേടി എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് ബാക്കി വെച്ചുകൊണ്ടാണ് 2025 എന്ന് പറയുന്ന വർഷം നമ്മളോട് യാത്ര ചോദിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ സമ്മാനിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്താന്ന് ചോദിച്ചാൽ, നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്,
നമ്മുടെ മരണം എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ വിഷയം തന്നെ. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്, നമ്മുടെ മരണം എന്നതാണ്. നമുക്കറിയാം എത്രയോ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മണിക്കൂറുകളും കഴിഞ്ഞു പോകുന്നത് നമ്മുടെ ആയുസ്സിന്റെ ഇഹലോക ജീവിതത്തിന്റെ വിരാമവും അതേ പ്രകാരം അതിന്റെ അടയാളവുമാണ്. ഇന്ന് എന്ന് പറഞ്ഞ ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയാൽ ആ ഇന്ന് നമ്മിൽ നിന്നും മരിച്ചു പോവുകയാണ്. മരണപ്പെട്ടവരാരും നമ്മുടെ ജീവിതത്തിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാറില്ല എന്നതുപോലെ തന്നെ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയ ദിനങ്ങൾ ദിവസങ്ങൾ ഇനി നമ്മിലേക്ക് തിരിച്ചു വരികയില്ല. ഇത് ഏവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എത്രയോ ആളുകളുടെ മയ്യത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം ഒരിക്കൽ ഇസ്ലാമിക ചരിത്ര സംഭവം ഉണ്ടായിട്ടുണ്ട്. അബൂ സുഫിയാനും ഉബൈദുല്ലാഹിബ്നു ജർഹമിയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചു. അങ്ങനെ അവര് സന്ദർശന വേളയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സംഭാഷണമുണ്ട്. അവര് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അസാധാരണ സംഭവം പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഒരു 3 ആൾ സംസാരത്തിലാണ്. മുആവിയെ കാണാൻ വേണ്ടി ചെന്നതാണ്. മുആവിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അസാധാരണമായ സംഭവം. നമുക്കാണെങ്കിൽ പലതും പറയാനുണ്ടാകും. ഇതിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് അപരിചിതനായ ഒരാള് കയറി വന്നു. അദ്ദേഹം ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ വെച്ച് അയാൾ മരണപ്പെട്ടു. ഇയാളുടെ ഊരും പേരൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ച് നമസ്കരിച്ച് മറമാടിക്കൊണ്ടിരിക്കെ എനിക്ക് വല്ലാത്തൊരു സങ്കടം. ഞാൻ കരഞ്ഞുപോയി. ആ കരച്ചിലിനിടയിൽ എനിക്കൊരു കവിത ഓർമ്മ വന്നു. ആ കവിത ഇപ്രകാരമാണ്: യബ്കിൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു വദു കറാമതിഹി ഫിൽ ഹയ്യി മസ്റൂറുൻ. അപരിചിതനായ ഇദ്ദേഹത്തിന് വേണ്ടി കരയുന്നത്, അപരിചിതരായവരാണ് ഇദ്ദേഹത്തിന് വേണ്ടി കരയുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ അറിയുന്നവർ, കുടുംബക്കാരും നാട്ടുകാരും ബന്ധുക്കളും ഇദ്ദേഹത്തിന്റെ മരണം അറിയാതെ സന്തോഷിക്കുന്നുണ്ടാവും എന്നാണ് ആ വരിയുടെ ആശയം. ഇത് കേട്ട മറ്റു 2 പേർ, അബൂ സുഫിയാനും ഉബൈദുല്ലാഹിബ്നു ജർഹമിയും മുആവിയയോട് ചോദിച്ചു, ആരാണ് ഈ കവിത ചൊല്ലിയത്? അപ്പൊ മുആവിയ പറഞ്ഞൊരു വർത്താനുണ്ട്. അതെന്താ? നിങ്ങള് ഈ മരണപ്പെട്ട വ്യക്തിയിൽ നിന്നാണ് ഞാനത് കേട്ടത്. ഇയാൾ ആരാണെന്നോ, ഇയാളുടെ കുടുംബക്കാരാരാന്നോ, ബന്ധുക്കൾ ആരാന്നോ, ഏത് നാട്ടുകാരൊന്നും അറിയില്ല. അങ്ങനെ അയാൾ പറയാണ്, അപരിചിതരായ ആളുകളാണ് ഇദ്ദേഹത്തിന് വേണ്ടി കരയുന്നത്. ആ മരണപ്പെട്ട വ്യക്തിയുടെ നാവിലൂടെയാണ് ഞാൻ ഈ കവിത കേട്ടത്. നോക്കൂ നിങ്ങൾ, എത്രയെത്ര അപരിചിതരായ ആളുകൾ സഹോദരങ്ങളെ നമുക്ക് ചുറ്റും മരണപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ പത്രകോളങ്ങളിലൂടെ കാണുന്ന വാർത്തകളാണ്. അപ്പോ മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഈ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ നമുക്കുണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. 2025 എന്ന് പറയുന്ന വർഷത്തിൽ മരണപ്പെട്ടു പോയ ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ ബന്ധുക്കളെ കൂട്ടത്തിലുണ്ട്, നാട്ടുകാരെ കൂട്ടത്തിലുണ്ട്, ഒക്കെ ഉണ്ട്. അവരാരും അറിഞ്ഞിട്ടില്ല 2025 എന്ന് പറയുന്ന വർഷം എന്റെ മരണത്തിന്റെ വർഷമാണെന്ന് അവരാരും അറിഞ്ഞിട്ടില്ല. 2 സംഭവങ്ങൾ വല്ലാതെ വേദനിപ്പിച്ചു എന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട്. ഒന്നെന്തെന്നറിയങ്ങള്, എന്റെ നാടിന്റെ അടുത്ത് തൃപ്പനച്ചി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ദീനീ രംഗത്തും നാട്ടിലെ സാമൂഹിക സേവന രംഗത്തും അതുല്യമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് 24 വയസ്സുകാരനായ സൽമാന്റെ മരണം. അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി
ഞങ്ങളൊക്കെ പോയ സന്ദർഭത്തില് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞൊരു വർത്താനം തരങ്ങള്, വയസ്സ് 24 നല്ല സുന്ദര സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, വിവാഹിതനായിട്ടില്ല, വീട്ടിൽ നിന്ന് ചങ്ങാതിമാരുടെ കൂടെ ടൂർ പോയതാണ്, വെള്ളത്തിൽ വീണ് അദ്ദേഹം മരിച്ചു. പിന്നീട് മയ്യത്താണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ കേട്ടൊരു വാർത്തയാണ്, ഓൻ 24-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടുവെങ്കിലും 64 വയസ്സ് വരെയുള്ള കാലത്തേക്കുള്ളവൻ ചെയ്തു വെച്ചിട്ടാ പോണത്. എന്നിട്ട് ആ തസ്ബീഹ് ചൊല്ലുന്നതിനിടക്ക് എന്റെ സുഹൃത്ത് പറഞ്ഞു, മിനിയാന്ന് രാത്രി വരെ അവിടെ നാട്ടിലുള്ള ഒരു സാമൂഹിക സേവന സന്നദ്ധ സംഘടന നാട്ടിൽ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ വീട്ടിലേക്കുള്ള മണൽ വാരാൻ പുഴയിൽ ഞങ്ങളോടൊപ്പം അവരുണ്ടായിരുന്നു. 6 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി. 6:30 മണിക്ക് ശേഷം സംഘടനാപരമായ ഒരു മീറ്റിംഗിൽ അവൻ പങ്കെടുത്ത് ഭക്ഷണം വിതരണത്തിനൊക്കെ അവൻ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോ സത്യത്തിൽ കണ്ണിന്ന് കണ്ണീര് വരികയാണ്. സഹോദരങ്ങളെ, ആ 24 വയസ്സായ കുട്ടി അറിഞ്ഞിട്ടില്ല 2025 അവസാനത്തോടു കൂടി ഞാൻ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുമെന്ന്. എന്റെ മുൻപിലിരിക്കുന്ന ചെറുപ്പക്കാരും മക്കളും പ്രായമുള്ളവരെല്ലാവരും ഓർത്തു വെക്കേണ്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു മരണം എന്തെന്നറിയോ? ഇന്നലെ നടന്നൊരു മരണമാണ്. മുക്കം കക്കാട് സ്വദേശിയായ അഹമ്മദ് കുട്ടി വിദേശത്തെ ഹായിൽ വെച്ച് മരണപ്പെട്ടു. വ്യക്തിപരമായിട്ട് അറിയില്ലെങ്കിലും എന്റെ മക്കളുമായി വലിയൊരു ബന്ധം അദ്ദേഹത്തിന്റെ മക്കൾക്കുണ്ട്. ഒരാഴ്ചക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയും അടക്കമുള്ളവർ അവരുടെ സുഹൃത്തിന്റെ കുട്ടിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തെ തനിച്ചാക്കി. അദ്ദേഹം ഈ മക്കളെ പറഞ്ഞേക്കുമ്പോ അദ്ദേഹത്തിനും അറിയില്ല, മക്കൾ പോരുമ്പോ മക്കൾക്കും അറിയില്ല ഞങ്ങൾ പോയാൽ വാപ്പ മരിക്കുമെന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് 2 പേർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മരണത്തെ ഓർത്തുകൊണ്ടല്ലാതെ ഒരു നിമിഷ നേരം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നാണ് എന്റെ മുൻപിൽ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗസാലി ഇമാം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ, ജീവിതം എന്ന് പറഞ്ഞാൽ 3 ദിനങ്ങളാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ 3 ദിനങ്ങളാണ്. അതിലൊന്ന് ഇന്നലെ എന്ന് പറയുന്ന ദിവസമാണ്. അത് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി. ആ ഇന്നലെ ഇനി തിരിച്ചു വരില്ല. മറ്റൊന്ന് ഇന്നാണ്. ഇന്നെന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ജീവൻ തൊണ്ടക്കുഴിയിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ള സമയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്ന് പറയുന്നത്. മറ്റൊരു ദിനം എന്ന് പറഞ്ഞാൽ നാളെയാണ്. ആ നാളെ എന്ന് പറഞ്ഞ ദിനം അതിനെ വരവേൽക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഓരോ മനുഷ്യനും നേരം പുലരുന്നുണ്ട് അവന്റെ കുടുംബത്തിൽ. ആ ജനിച്ച നേരം പുലരുന്ന ആ മനുഷ്യന്റെ മരണം അവന്റെ ചെരുപ്പിന്റെ വാറിന്റെ അടുത്താണ്, വാറിനോളം അടുത്താണ് നിൽക്കുന്നത്. ആർക്കും അറിയില്ല. മിമ്പറിൽ നിന്ന് ഇറങ്ങുമെന്ന് എനിക്കറിയില്ല, തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന് നമുക്കറിയില്ല. അതാണ് സഹോദരങ്ങളെ മരണത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം. അത് രംഗബോധമില്ലാത്ത ഒരു കലാകാരനാണ്. എവിടെയും അവൻ കയറി വരും. കല്യാണ വീട്ടിൽ വരും, പള്ളിയിൽ വരും, പള്ളിക്കൂടത്തിൽ വരും, സൽക്കാര വീട്ടിൽ വരും. മരണം നടന്ന അതേ വീട്ടിൽ തന്നെ മരണത്തിന്റെ കോമാളി വീണ്ടും കയറി വരും, അല്ലേ? ബാപ്പാന്റെ മയ്യത്ത് മറമാടി വന്ന ഉടനെ ഉമ്മാന്റെ മരണം. ആ കവറിന്റെ ചൂട് ആറിയിട്ടില്ല, മണ്ണിട്ടിട്ട്. മക്കൾ മണ്ണ് വാരിയിട്ട 3 പിടി മണ്ണ് വാരിയിട്ട മണ്ണിന്റെ പൊടി കഴുകി കളഞ്ഞിട്ടില്ല. അപ്പോ ഉമ്മാന്റെ വാർത്ത കേൾക്കാൻ മരണത്തിന്റെ വാർത്തകൾ. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ഈ മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. നാട്ടിൽ വലിയ സമ്പന്നനുണ്ടായിരുന്നു, വലിയ കോടീശ്വരനാണ്, ഇഷ്ടംപോലെ സമ്പത്തൊക്കെ ഉണ്ടാക്കി. അയാൾ തീരുമാനിക്കാണ് ഇനിയൊരു നല്ല ഒരു വിശ്രമ ജീവിതം നയിക്കണമെന്ന്. അങ്ങനെ 2 ആഴ്ച ജീവിതം ഒക്കെ ഉഷാറായി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ അപരിചിതനായ ഒരാൾ കയറി വരുന്നത്. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ മരണത്തിന്റെ സമയമായിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടാക്കി വെച്ച കോടികൾ, ലക്ഷങ്ങൾ, ആ ബാങ്ക് ബാലൻസുകളൊന്നും
അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. ആ ജീവിച്ച കാലം മുഴുവനും അദ്ദേഹം ഉണ്ടാക്കണ നടക്കില്ലേനി, ഉണ്ടാക്കുക, മാക്സിമം ഉണ്ടാക്കുക, അനുഭവിക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അയാൾ തീരുമാനിക്കുകയാണ്, ഇനി കുറച്ചു കാലം വിശ്രമിക്കട്ടെ, ഞാനൊന്ന് ഇഷ്ടംപോലെ സമ്പത്തുണ്ടല്ലോ, ആർക്കത് ഉണ്ടാക്കണത്. അങ്ങനെ ആ ഒരു അപരിചിതനായ ആൾ വന്നിട്ട് അയാളോട് പറയാണ്, ഇതാ മരണം അടുത്തിട്ടുണ്ട്, ഞാൻ മരണത്തിന്റെ ദൂതനാണ്. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരു 3 ആഴ്ചത്തേക്ക് ഒന്ന് പിന്തിപ്പിക്കണം. ആ മരണത്തിന്റെ മലക്ക് പറഞ്ഞു, 3 ആഴ്ച പോയിട്ട് 3 മണിക്കൂർ പിന്തിപ്പിക്കാൻ പറ്റൂല. ഇയാൾ പറഞ്ഞു, എന്റെ കയ്യിലുള്ള സ്വത്തിന്റെ 4 ഭാഗവും ഞാൻ താങ്കൾക്ക് ദാനമായി നൽകാം. പറ്റൂല. എന്നാ 2 ആഴ്ച. ആ ദൂതൻ അപ്പോഴും പറഞ്ഞു, പറ്റില്ല, സ്വത്തിന്റെ പകുതി ഞാൻ താങ്കൾക്ക് തരാം, പണം കൊടുത്ത് വിലക്ക് വാങ്ങുക ജീവിതത്തെ. പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, എന്നാൽ 1 ആഴ്ചക്ക് നിന്നൂടെ, സമ്പത്ത് മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോ ഈ മലക്കുൽ മൗത്ത് പറഞ്ഞു എന്ന് കഥ വായിച്ചത് ഓർമ്മ വരും കേട്ടോ, അതായി പറയണത്. അതുകൊണ്ട് തന്നെ ചില ഓർമ്മയെടുത്ത് പറയാണ്. അങ്ങനെ അവസാനം പറഞ്ഞു, 1 മണിക്കൂറും തരാൻ പറ്റൂല. അവസാനം ഇയാൾ ആവശ്യപ്പെട്ടു, എന്നാൽ എനിക്കൊരു വിൽപത്രം എഴുതി വെക്കണം. ആ വിൽപത്രം എന്താണെന്നറിയുമോ? ഒരു ഉപദേശം എഴുതി വെക്കാനുള്ള സമയമെങ്കിലും അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോ അതിന് അനുവദിച്ചു കൊടുത്തു. അദ്ദേഹം എഴുതിയ കുറിപ്പ് ഇപ്രകാരമാണ്: മനുഷ്യരെ, നിങ്ങളുടെ സമയം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. എന്റെ സമ്പത്ത് കൊണ്ട് എനിക്കൊരു മണിക്കൂർ പോലും വിലക്ക് വാങ്ങാനായില്ല. സമയത്തിന്റെ വില നന്നായി അറിയുക എന്ന് അദ്ദേഹം കുറിപ്പ് എഴുതി വെച്ചു എന്നാണ് വായിച്ചു പോയ ഒരു പുസ്തകത്തിലുള്ള വരികളാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സമയത്തിന്റെ വില നമ്മൾ നന്നായിട്ട് അറിയുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിലെ 63-ാമത്തെ അധ്യായം 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ച ആയത്താണ്. എന്താണെന്നറിയുമോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മരണമാസന്നമായി കഴിഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആ അജലെത്തി കഴിഞ്ഞാൽ ഒരാളെയും അള്ളാഹു പിന്തിപ്പിക്കുകയില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു നന്നായിട്ട് അറിയുന്നവനാണ്. നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിടത്തും അള്ളാഹു ഉപയോഗിച്ച വാക്ക് തന്നെയാണ് വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അള്ളാഹു അറിയുന്നവനാണ്. അതാണ് എനിക്കും സൂചിപ്പിക്കാനുള്ളത്. ശൈശവം നമ്മിലേക്ക് കടന്നു വന്നു. ബാല്യം കടന്നു വന്നപ്പോ ശൈശവം നമ്മിൽ നിന്ന് മരിച്ചുപോയി. അതെ, ആ ശൈശവം ബാല്യം മരിച്ചു പോയപ്പോ കൗമാരം നമ്മിലേക്ക് കടന്നു വന്നു. യൗവനം കടന്നു വന്നപ്പോൾ കൗമാരം നമ്മിൽ നിന്ന് യാത്ര ചോദിച്ചു മരണപ്പെട്ടു പോയി. അതേ പ്രകാരം യൗവനം വാർദ്ധക്യത്തിന് വഴിമാറിയിട്ടുണ്ട് ചിലർക്കെങ്കിലും. എന്നാൽ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ മരണത്തിലേക്കുള്ള സൂചനയാണ്. ആ മരണത്തെ ഓർത്തുകൊണ്ടാവട്ടെ വരും ദിനങ്ങൾ നമ്മുടെ ജീവിതം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മഹാനായ അബൂൽ അത്വാഹിയ പറഞ്ഞു, അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശൈരി ബൈദൽ ബാബി മദ്ദാറു. മരണം എന്ന് പറഞ്ഞ കവാടമാണ്. മുഴുവൻ മനുഷ്യരും ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നതാണ്. വാതിലപ്പുറമുള്ള തന്റെ വീട് ഏതായിരിക്കും? അദ്ദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിലത് ബിമാ യുർദില്ലാഹു വ ഇൻ കസുർത ഫന്നാറു. അല്ലാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ശാശ്വതമായ സ്വർഗം നേടിയെങ്കിൽ ഞാനാണ് വിജയിച്ചവൻ. അതല്ല, എന്റെ പ്രവർത്തനങ്ങൾ വളരെ കുറവാണെങ്കിലോ എനിക്ക് ചെല്ലാനുള്ള നരകവുമാണ്, അതാകുന്നു എന്റെ വീട് എന്ന് പറഞ്ഞ ഒരുപാട് കവികളുണ്ട്. അവർക്ക് ജീവിതത്തെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയായിരുന്നു സഹോദരങ്ങളെ. അപ്പോ ഈ ഒരു ഓർമ്മ നമുക്കും ഉണ്ടാകണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്.
വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ദറ. അല്ലാഹ് പഠിപ്പിക്കുന്നു, ഓരോ ആത്മാവും അത് നന്മയായിട്ട് എന്ത് പ്രവർത്തിച്ചുവോ അതിനെ ഹാജരാക്കപ്പെടുമെന്നാണ്. ഉണ്ടോ? എന്ത് നമ്മൾ നന്മ ചെയ്തോ ആ നന്മയെ ഹാജരാക്കപ്പെടും. വമാ അമിലത് മിൻ സൂഇൻ, തിന്മകൾ എന്തെങ്കിലും ഉണ്ടോ അതും അവിടെ ഹാജരാക്കപ്പെടും. ആ പ്രവർത്തനങ്ങളും ആത്മാവിന്റെ തിന്മയും വിദൂരമായ അകലമുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ആ ആത്മാവ് കൊതിച്ചു പോകുന്ന ചെയ്ത നന്മകളെ അള്ള കൊണ്ടുവരും, ചെയ്തു പോയ തിന്മകളെയും അള്ള കൊണ്ടുവരും. അവിടെ വെച്ച് ചെയ്തു പോയ തിന്മകളുള്ള ആ ആത്മാവ് അള്ളാഹുവിന്റെ മുമ്പിൽ ആവശ്യപ്പെടാണ്, പടച്ചോനെ ആ തിന്മകളെയും എന്റെ ആത്മാവിനെയും തമ്മിൽ ഒന്ന് അകറ്റിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ ആഗ്രഹിച്ചു പോകും, അവൻ കൊതിച്ചു പോകും. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നു, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ്. സ്വന്തത്തെ കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് അള്ളാഹു നിങ്ങളെ താക്കീത് ചെയ്യുന്നു. അഥവാ നഫ്സി നഫ്സി, സ്വന്തത്തെ കുറിച്ചുള്ള ഒരു ജാഗ്രത സഹോദരങ്ങളെ, അതാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് ഈ ഒരു പുതിയ വർഷത്തിൽ എനിക്ക് നിങ്ങളോടും എന്നോട് തന്നെയും നൽകാനുള്ള കാര്യമായ സാരമായ ഹ്രസ്വമായ ഒരു ഉപദേശം. അങ്ങനെയുള്ള അമലുകൾ നന്നാക്കി മുന്നോട്ട് പോകാനാകട്ടെ. നമ്മുടെ പുതിയ വർഷം അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുന്നു. പറഞ്ഞു വന്നത്, നമ്മുടെ ചുമരിൽ തൂക്കിയിടപ്പെട്ട കലണ്ടറും ക്ലോക്കുകളും ഒക്കെ നമ്മളെ അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം, അത് നമ്മുടെ മരണത്തെക്കുറിച്ചാണ്. ആ ഒരു ഓർമ്മ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. സമയത്തിന്റെ വിലയറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നാണ് നാലാമതായി പറയാനുള്ള ഒരു കാര്യം. സമയത്തിന്റെ വില അറിയാന്നുള്ളത് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അധിക ആളുകളും നഷ്ടപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതൊന്ന് അവന്റെ ഒഴിവ് സമയവും മറ്റൊന്ന് ആരോഗ്യവുമാണ്. ഒഴിവ് സമയം, മറ്റൊന്ന് ആരോഗ്യവും. ഓരോ പ്രഭാതത്തിലും, ഓരോ ദിവസത്തിലെ പ്രഭാതത്തിലും ആ ദിവസം നമ്മോട് പറയുന്നുണ്ട്, എന്ത്? ഞാൻ നിന്നിലേക്ക് വന്ന ഒരു പുതിയ അതിഥിയാണ്. മഹാനായ ഹസൻ ബസ്രി പറയാണ്, മാ മിൻ യൗമിൻ യൻശഖു ഫജ്റഹു ഇല്ലാ വയുനാദി യബ്നു ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലുക ഷഹീദ് ഫതസവ്വദ് മിന്നി ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. ഹസൻ ബസ്രി പറയാണ്, ഞാൻ ഇന്ന് ഒരു പുതിയ ദിവസവും, ഓരോ ദിവസം പറയാണ്, നമ്മളോട് പറയുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. ഞാൻ ഇന്ന് ഒരു പുതിയ ദിവസവും നിന്റെ പ്രവർത്തനത്തിന്റെ സാക്ഷിയുമാണ്. അല്ലേ? വലഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഖുർആൻ പഠിപ്പിച്ചതാണ്, കാലം തന്നെയാണ് സത്യം. അല്ലേ? ഈ പറയപ്പെട്ട കലണ്ടറിലെ ദിവസങ്ങൾ സാക്ഷിയാകാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ പക്കലില്ല. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ. അതാണ് ഹസൻ ബസ്രി പറഞ്ഞത്. ദിവസങ്ങൾ പറയുന്നു, എന്ത്? ഞാൻ നിന്നിലേക്ക് വന്ന ഒരു പുതിയ ദിവസമാണ്, നീ എന്നെ ഉപയോഗപ്പെടുത്തുക, നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. എന്നിട്ട് പറയുന്നത്, നീ എന്നെ ഞാൻ ഇന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അഥവാ 24 മണിക്കൂറാണ്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അന്ത്യനാള് വരെ ഞാൻ നിന്നിലേക്ക് ഇനി തിരിച്ചു വരില്ല. ഈ വാക്കുകൾ സഹോദരങ്ങളെ വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ അനുവാദത്തിന് കാത്തു നിന്നിട്ടല്ല സമയങ്ങളും മണിക്കൂറുകളും നമ്മളിൽ നിന്ന് യാത്ര ചോദിക്കുന്നത്. അതുകൊണ്ട് സമയത്തിന്റെ വില മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കിട്ടിയ അവസരങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രവാചകന്റെ ശിഷ്യനായിരുന്ന
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പുതിയ നല്ല കാര്യവും ചെയ്യാതെ ഒരു പകൽ അസ്തമിക്കുകയാണെങ്കിൽ ആ പകലിനെ ഓർത്താണ് ഞാൻ ഏറ്റവും അധികം പ്രയാസപ്പെട്ടിട്ടുള്ള, ദുഃഖിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അവരൊക്കെ നമ്മുടെ മുൻഗാമികളൊക്കെ ഈ ഒരു വിഷയത്തെ കണ്ട കോലമാണിത്. ഒരു പുതിയ നല്ല കാര്യവും ചെയ്യാതെ ഒരു പകൽ അസ്തമിച്ചാൽ ആ പകലിനെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഏറെ ദുഃഖിക്കാറുണ്ട്, സങ്കടപ്പെടാറുള്ളത്. എത്രയെത്ര പകലുകൾ, എത്രയെത്ര രാവുകൾ നമുക്ക് അനുകൂലമായി ഇസ്ലാമിന്റെ മാർഗത്തിൽ ദീനീ രംഗത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും പൈശാചികമായ ചില പ്രേരണകൾക്ക് വശംവദരായിക്കൊണ്ട് അള്ളാഹുവിനും പ്രവാചകനും ഇഷ്ടപ്പെടാത്ത, ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളുമായി നമ്മളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ ആ ചെയ്ത പ്രവർത്തനം, ഞാൻ ആ ചെലവഴിച്ച മണിക്കൂറുകൾ, സമയങ്ങൾ ഒരിക്കലും നല്ല മാർഗത്തിലല്ല എന്ന കൃത്യമായ ബോധമുണ്ടായിട്ടും എന്തേ നമുക്കൊരു മാനസാന്തരം വരാത്തത്? നമ്മളെ മുൻഗാമികളൊക്കെ ഭയപ്പെട്ടിരുന്നു. ആ ഭയപ്പാടാണ് സഹോദരൻ നമുക്കെല്ലാവർക്കും ആവശ്യം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന കൂടി നിങ്ങൾ ഉണർത്തുന്നു. അല്ലാഹുവേ, എന്റെ ഏറ്റവും നല്ല പ്രവർത്തനം അതെന്റെ അവസാനത്തെ പ്രവർത്തനമാവണം. അല്ലേ? എന്റെ അവസാനത്തെ പ്രവർത്തനം എന്റെ ജീവിതത്തിലെ അവസാന സമയത്താകണം. അല്ലേ? എന്ന് പറഞ്ഞാൽ മരണരംഗം ഏത് രൂപത്തിലാണോ നല്ലതിലായിരിക്കണം എന്നർത്ഥം. ഞാൻ പറഞ്ഞ രണ്ട് വ്യക്തികളും അവരുടെ ജീവിതം മുഴുവനും ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് ആ വിയർപ്പോടുകൂടി മരണപ്പെട്ടു പോകാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ അതാണ് പ്രവാചകന്റെ പ്രാർത്ഥന. എന്റെ അവസാനത്തെ പ്രവർത്തനം അല്ലാഹുവേ ഏറ്റവും നല്ല പ്രവർത്തനമാക്കി തരണം. എന്റെ ആയുസ്സിന്റെ അവസാനം അതാകണം എന്റെ ഏറ്റവും നല്ല ദിവസങ്ങൾ. എന്റെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദിവസം അത് റബ്ബേ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണം. ഇത് ആരാ പ്രാർത്ഥിക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏത് സമയത്തും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളുമായി അവന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് റാളിയത്തൻ മർളിയ ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന് ആശീർവദിക്കുന്ന, അല്ലാഹു വിളിക്കുന്ന ആ രൂപത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവട്ടെ. സഹോദരങ്ങളെ, പോയതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. പോയ ബസ്സിനാരും കയ്യാട്ടാറില്ല, സ്റ്റേഷൻ വിട്ട ട്രെയിൻ ആരും ടിക്കറ്റ് കൊടുക്കലില്ല. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തല്ല നമ്മൾ വിഷമിക്കേണ്ടത്. ഇനിയുള്ള രാപ്പകലുകൾ ഇത് ഈ വർഷം ഒരു പക്ഷേ എന്റെ മരണത്തിന്റെ വർഷമായേക്കാം. എന്റെ കുടുംബങ്ങളും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ മുൻപിൽ ഇരുന്നുകൊണ്ട് കണ്ണീർ പൊഴിക്കുന്ന ദിവസങ്ങളായേക്കാം. എന്റെ സുഹൃത്തുക്കൾ എന്റെ മയ്യത്ത് കണ്ട് വിതുമ്പുന്ന വർഷമാണ് ഈ വർഷം എന്നൊരു ഓർമ്മയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലതാണ്. സാധിക്കുമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിനുള്ള സമയമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവർ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഏത് സമയത്ത് മരണപ്പെടുകയാണെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കായിക്കൊണ്ട് മരണപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാഥാ, നിനക്ക് തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ആ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കെ മരണപ്പെടാനും ആ ഒരു വിയർപ്പിന്റെ ഗന്ധത്തോടു കൂടി നിന്നെ സമീപിക്കാനുമുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ശിക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഒരിക്കലും നീ ഉൾപ്പെടുത്തരുത് റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ടും മറ്റു രോഗങ്ങളെ കൊണ്ടും നീ ഞങ്ങൾക്ക് രക്ഷ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം
وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.